ബർത്ത്ഡേക്ക് ക്ലാസ്സിൽ എക്ലേഴ്സ് കൊടുക്കുന്ന കാലം ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കാനല്ലേ. എന്നാൽ അതേ എക്ലേഴ്സ് കാരണം കാഡ്ബറിക്ക് വന്നത് 1600 കോടി രൂപയുടെ ലോസ് ആണ്. ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇൻഡസ്ട്രി ഫോളോ ചെയ്യാൻ മറക്കണ്ട. 1965 കാഡ്ബറി എക്ലേഴ്സ് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. അധികം വൈകാതെ തന്നെ അതിനൊരു പേരും കിട്ടി, പാവങ്ങളുടെ ഡയറി മിൽക്ക് എന്ന്. പക്ഷെ 2005 ഇവർ ITCക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. എക്ലേഴ്സ് എന്ന ബ്രാൻഡ് നെയിമിന് വേണ്ടിയായിരുന്നു ആ ഒരു കേസ്. എന്നാൽ കോടതി പറഞ്ഞത് എക്ലേഴ്സ് എന്നുള്ളത് ഒരു ജനറിക് വേർഡാണ്, ലൈക്ക് ചോക്ലേറ്റോ ബിസ്ക്കറ്റോ എന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനെ കാഡ്ബറി ആ ഒരു കേസിൽ തോറ്റു. അതുകൊണ്ട് തന്നെ കാഡ്ബറിക്ക് എക്ലേഴ്സ് എന്ന പേര് റീബ്രാൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2014 കാഡ്ബറി എക്ലേഴ്സ് കാഡ്ബറി ചോക്ലേറ്റ്സ് ആയി മാറി. പക്ഷെ എക്ലേഴ്സ് എന്നുള്ളൊരു ചോക്ലേറ്റ് വെറും ഒരു ചോക്ലേറ്റ് മാത്രമായിരുന്നില്ല, അതൊരു ഇമോഷൻ ആയിരുന്നു. എക്ലേഴ്സ് എന്നുള്ള പേര് മാറിയതോടുകൂടി ആ ഇമോഷനും ആ ഒരു കണക്ഷനും ബ്രേക്ക് ആയി. കൂടാതെ 1 രൂപയിൽ നിന്ന് പ്രൈസ് 2 രൂപയ്ക്ക് കൂട്ടി. ഓട്ടോമാറ്റിക്കലി കൺസ്യൂമേഴ്സും ഷിഫ്റ്റ് ആയി. അങ്ങനെ എക്ലേഴ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ലോസിലുമായി. നിങ്ങൾക്ക് എക്ലേഴ്സുമായിട്ടുള്ള മൊമെന്റ്സ് കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ സ്വീറ്റ് ആയിരുന്നെങ്കിൽ ഷെയറും ചെയ്യാം.